ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി സ്കൂൾ അധികൃതർ. കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വാസ്തവവിരുദ്ധമെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിൻ പറയുന്നത്. കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നും പുറത്താക്കിയെന്ന് പറയുന്ന ദിവസങ്ങളിൽ കുട്ടി സ്കൂളിലെത്തിയ CCTV ദൃശ്യങ്ങളടക്കം തന്റെ പക്ഷമുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DD ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, മാനേജ്മെന്റ്. ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കോടതിയിൽ സമീപിക്കാൻ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഒരുങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം നിഷ ചേരുന്നുണ്ട്. നിഷ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? മാത്രമല്ല, സ്കൂൾ അധികൃതർ പറയുന്നുണ്ടല്ലോ തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. അപ്പോൾ ആ തെളിവടക്കമാണോ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നീങ്ങാൻ സ്കൂൾ മാനേജ്മെന്റ് ഒരുങ്ങുന്നത്? നിഷ, പോകണം എന്നുള്ള കാര്യം ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ അധ്യയന വർഷം തുടങ്ങി 4 മാസമാകുമ്പോഴും ആദ്യമായിട്ടാണ് കുട്ടി ഇത്തരത്തിലൊരു ഹിജാബ് ധരിച്ച് വരുന്നത്. അതാണ് അവിടെ പാടില്ല എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഇട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അത് വാസ്തവവിരുദ്ധമാണ്. മാത്രമല്ല, ഈ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സ്കൂളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് വാസ്തവവിരുദ്ധമാണ് എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. എന്തായാലും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സ്കൂളിനെതിരെ പ്രചരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ ചില ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽ പെട്ട നിരവധി കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും സ്കൂളിലെ യൂണിഫോം കോഡ് അനുസരിച്ചുള്ള യൂണിഫോം ധരിച്ച് തന്നെയാണ് വരുന്നത്. ഈ ഒരു കുട്ടി മാത്രമാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, ഈ ഹൈക്കോടതി ഉത്തരവ് വരെയുണ്ട്. കാരണം ഒരു സ്കൂളിൻ്റെ യൂണിഫോം സംബന്ധിച്ച സ്കൂൾ മാനേജ്മെൻറ്റിന് സ്വാതന്ത്ര്യമുണ്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. എന്തായാലും ആ ഒരു രീതിയിൽ സ്കൂളിൻ്റെ ആ യൂണിഫോം കോഡ് അനുസരിച്ച് തന്നെയാവും മുന്നോട്ട് പോകുക. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നത്. എന്തായാലും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ചില കാര്യങ്ങൾ ഭീഷണി ഉയർത്തുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിന് ഇനി CBSE സ്കൂളാണ്, NOC അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നല്ലത് എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ CBSE സ്കൂളുകൾക്ക് NOCയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു അനുവാദം ആവശ്യമില്ല. ആ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഭീഷണിയുമായിട്ടൊന്നും വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വരണ്ട. രമ്യതയിൽ പരിഹരിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു അളവ് വരെ ആ ഒരു പ്രശ്നം പരിഹരിച്ചതാണ്. കുട്ടിയുടെ രക്ഷിതാവ് തന്നെ വന്ന് പറഞ്ഞതാണ് ഇത്തരത്തിൽ ഈ കുട്ടി സ്കൂളിൻ്റെ ആ ഒരു യൂണിഫോം കോഡ് അനുസരിച്ച് തന്നെ വരാം, ഹിജാബ് ധരിക്കുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. രമ്യതയിൽ പരിഹരിച്ചതാണ്. MP അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഈ രമ്യതയിൽ ഈ പ്രശ്നം പരിഹരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ ആളിക്കത്തിക്കാനായിട്ട്, ഒരു വർഗീയത ആളിക്കത്തിക്കാനായി വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നീട് പലതരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. അതിൻ്റെ ഒന്നും ആ ഒരു സാഹചര്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ, അതായത് ഈ മാനേജ്മെൻറ്റ് പറയുന്നതനുസരിച്ച് 7-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് തന്നെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. കുട്ടി അതിനുശേഷവും പല ദിവസങ്ങളിലും 8-ാം തീയതിയും 9-നും ഒക്കെ ക്ലാസ്സിൽ വന്നിരുന്നു. പിന്നീട് 10-ന് വന്നില്ല. പിന്നെ 2 ദിവസം സ്കൂളിന് അവധിയായിരുന്നു. ഇന്നാണ് പിന്നീട് സ്കൂൾ തുറന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ കുട്ടി വന്നിട്ടില്ല. ആരോഗ്യപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് കുട്ടി സ്കൂളിൽ വരാത്തതെന്ന് രക്ഷിതാവ് തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെൻറ്റ്. കാരണം അതിന് അവരുടെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നതിൻ്റെയും ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞൊക്കെ കുട്ടി സ്കൂളിൽ വന്നതിൻ്റെയും ഒക്കെ CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ വാസ്തവവിരുദ്ധമായ റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അശ്വതി.